ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ശിവനാമത്തിൽ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ രണ്ടക്ഷരം ഉരുവിട്ടാൽ സാധിക്കാൻ പറ്റാത്തതായി യാതൊന്നുമില്ല. ആ രണ്ടക്ഷരം ഏതാണ്, അത് എങ്ങനെയാണ് ഉരുവിടേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതുവരെ ഞാൻ പറയാത്ത കാര്യമാണ്. മഹാശിവരഹസ്യമാണ്. ഇതാർക്കും ചെയ്യാം. പണക്കാരനും ചെയ്യാം, പാവപ്പെട്ടവനും ചെയ്യാം, പാപിക്കും ചെയ്യാം, പുണ്യവാനും ചെയ്യാം എന്ന് വേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഇത് ഭഗവാൻ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇതാർക്കും ചെയ്യാം. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അങ്ങനെയുള്ളവരെ കാണത്തുള്ളൂ. അപ്പം ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. മഹാശിവരഹസ്യമാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. അതോടൊപ്പം നിങ്ങൾക്ക് മനുഷ്യനെ ഈശ്വരനാക്കുന്ന, എന്ന് വെച്ചാൽ ഈശ്വരീയമായ ഗുണങ്ങൾ മനുഷ്യനിൽ ഉണ്ടാകുന്ന ആ ശ്രേഷ്ഠമായ ഒരു ശിവരഹസ്യമാണ് പറഞ്ഞു തരുന്നത്. ഏത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏത് കാര്യവും, നല്ല ജോലി ആയിക്കോട്ടെ, പ്രമോഷൻ ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, അധികാരമായിക്കോട്ടെ, ആത്മീയ അനുഗ്രഹങ്ങളായിക്കോട്ടെ, ആത്മവിദ്യ ആയിക്കോട്ടെ, എവരിത്തിങ് നിങ്ങൾക്ക് എന്ത് വേണോ, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് ഭഗവാൻ നൽകും എന്നുള്ളതാണ് ഈ വിദ്യയുടെ പ്രത്യേകത. ഈ വിദ്യ ആരും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരത്തില്ല. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വീഡിയോയുടെ ഡേറ്റ് നോക്കി അറിയാം. കണക്കുകൾ നോക്കുമ്പോൾ കണക്കുകൾ കള്ളത്തരം പറയത്തുള്ളൂ. ഇതുവരെ ഇത് ആരും പറഞ്ഞിട്ട് വന്നിട്ടില്ല. അത്രയൊരു വിദ്യയാണ്. ഞാനൊരു ശിവയോഗിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ക്രിയാകുണ്ടലിനെ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. പിന്നെ ശിവരാജയോഗം ചെയ്യുന്നു. ശിവയോഗിയാണ്. ഭഗവാനാണ് ശ്വാസത്തിൽ അകവും പുറവും. അപ്പോൾ ആ മനസ്സുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായും മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ആണിത് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും. കാണുന്ന എല്ലാ വ്യക്തികൾക്കും, ഏതൊരാളിനും പ്രയോജനപ്പെടും. മുൻജന്മ സുഹൃതം മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഗ്രഹനില ഇത് നോക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നു. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും, സ്വയം വീട്ടിൽ ചെയ്യാവുന്ന നല്ല മന്ത്രങ്ങളും, ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. ഫോൺ വിളിക്കരുത്. കാരണം ഞാൻ എപ്പോഴും, എനിക്ക് വർക്ക് കാണും, വർക്കില്ലാതിരിക്കത്തില്ല. ഞാൻ എപ്പോഴും വർക്കിലാണ്. അല്ലാതെ പ്രാണായാമം, യോഗം, ധ്യാനം ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനിടയ്ക്ക് എന്നെ ശല്യപ്പെടുത്തരുത്. ഇതൊരു, ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഗുരു പറയുന്നതായിട്ട് കേൾക്കുക, അതിനപ്പുറം ചെയ്യരുത്. ആരാണേലും അത് മനസ്സിലാക്കുക. വാട്സപ്പിൽ ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ എടുത്തോളാം കേട്ടോ. അത് ഞാൻ പറയുന്നതിന് അപ്പുറം ചെയ്യരുത്, അതാരാണേലും. അപ്പം ഇനി വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ ഇത് കേട്ട് നോക്കുക. ഇതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. മുഴുവൻ കേൾക്കണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശിവപാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട്, ഞാൻ സത്യവിദ്യ, സാക്ഷാൽ ശിവനിൽ നിന്നുള്ള വിദ്യ, ആ ശിവൻ്റെ ഭഗവാന്റെ വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. രണ്ടക്ഷരം. ആ രണ്ടക്ഷരം നിങ്ങൾക്കറിയാവുന്നതാണ്. പക്ഷേ ആ രണ്ടക്ഷരം ജപിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് പറയുകയാണ്. വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. ആ രണ്ടക്ഷരം ശിവ എന്ന രണ്ടക്ഷരമാണ്. അത് ഒരു പ്രത്യേക രീതിയിലാണ് ജപിക്കുന്നത്. ഞാനത് ആദ്യമായിട്ടാണ് പറയുന്നത്. നമ്മളുടെ ചക്രാസ് എന്ന് പറഞ്ഞാൽ മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, പിന്നെ അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, സഹസ്രാരം. ഇങ്ങനെയാണ് ചക്രാസ്. ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ചക്രങ്ങളൊന്നുമല്ല, ഊർജ കേന്ദ്രങ്ങളാണ്. അപ്പോൾ നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും അടിയിലാണ് മൂലാധാര ചക്രം കുടികൊള്ളുന്നത്. നട്ടലിൽ തന്നെ ഇതല്ല. പിന്നെ പുക്കൽക്കൊടിക്ക് താഴെ നട്ടലിൽ തന്നെ സ്വാധിഷ്ഠാന ചക്രം കുടികൊള്ളുന്നു. പുക്കൽക്കൊടിക്ക് മേളിൽ നട്ടലിൽ തന്നെ മണിപൂരക ചക്രം കുടികൊള്ളുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്, എല്ലാം നട്ടലിൽ തന്നെ സങ്കല്പിക്കണം കേട്ടോ. ഹൃദയത്തിനുള്ളിൽ അനാഹത ചക്രം, തൊണ്ടക്കുഴിക്കുള്ളിൽ വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം നിങ്ങളിവിടെ സങ്കല്പിച്ചാൽ മതി. ശരിക്കും ആജ്ഞാചക്രം ഇരിക്കുന്നത് ഈ പിരികങ്ങൾക്ക് മധ്യ കൂടെ ഒരു
വര വരച്ചാലും ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിൽ തലയ്ക്കുള്ളിലാണ്. അതൊന്നും നിങ്ങൾ ചിന്തിക്കട്ടെ, നിങ്ങൾ നെറ്റി ധ്യാനിച്ചാൽ മതി കേട്ടോ. പിന്നെ സഹസ്രാരം, ഉച്ചി, ഇങ്ങനെയാണ് ആ ഊർജ്ജ കേന്ദ്രങ്ങൾ. അപ്പം നമ്മളുടെ ഈ ഹൃദയത്തിന് താഴോട്ടുള്ള 3 ചക്രാസ് ഏതൊക്കെയാണ്? മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം. ഈ ചക്രാസിലാണ് നമ്മളുടെ കാമം, ക്രോധം, ദേഷ്യം, അസൂയ, കുശുമ്പ്, ഭയം, നിരാശ, മൃഗീയ വാസനകൾ ഇതെല്ലാം ഉറങ്ങിക്കിടക്കുന്നത് ഈ 3 ചക്രങ്ങളിലാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. അപ്പം ഈ ചക്രാസിലാണ് ഒരു 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 70% ആളുകളുടെയും ബോധം ഈ ചക്രാസിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നിരാശരായിട്ട്, എന്തുണ്ടെങ്കിലും നിരാശരാണ്. എന്നാൽ 1000-ൽ ഒരാൾ ചിലപ്പോൾ അയാൾ എന്തില്ലേലും സന്തോഷവാനായിട്ട് കാണാം. അങ്ങനെയാണ് ഈ യോഗിമാരും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സന്യാസിമാരും അല്ലെങ്കിൽ ഏത് മേഖല പ്രവർത്തിക്കുന്ന ആളുകളും ചിലർക്ക് ആ ഗുണങ്ങളുണ്ട്. ചില നേതാക്കന്മാർക്കും ഒക്കെ ഒരു ആത്മീയ ഗുണങ്ങളുള്ളവരുണ്ട്. അവരുടെ ബോധം ഈ 3 ചക്രാസിലും അല്ല, മുകളിലുള്ള ഏതെങ്കിലും ചക്രാസിലായിരിക്കും. മുകളിലുള്ള ചക്രാസ് എന്ന് പറഞ്ഞാൽ ഹൃദയചക്രം തൊട്ട് ഈശ്വര ബോധമാണ്. അവിടെ ഈശ്വരീയമായ ഗുണങ്ങളാണ്. വിശുദ്ധി ചക്രം, ഇവിടെ ആജ്ഞാചക്രം, പിന്നെ ഈ സഹസ്രാരം എന്ന് വെച്ചാൽ ഈ ചക്രങ്ങളിലൂടെ വരുന്ന അനുഭൂതിയാണ് ഈ സഹസ്രാരം എന്ന് ഉദ്ദേശിക്കുന്നത്, ഉച്ചയുടെ മധ്യത്തിൽ. അപ്പോൾ നമ്മളുടെ ഹൃദയം മുതൽ മുകളിലോട്ടുള്ള ചക്രാസിൽ ആത്മീയമായ ഈശ്വരീയ ഗുണങ്ങളാണ്. അതായത് ഹൃദയചക്രം ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ടാകുന്നത്. നമുക്ക് ഇപ്പം ഈ ചക്രാസിനെ എല്ലാം ആക്റ്റീവായി ശിവാനുഭവം ഇത്രയും സമയം കൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു വിദ്യ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചക്രാസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് പറഞ്ഞിട്ട് ചെയ്താലേ, ഇത് പറഞ്ഞിട്ട് ആ വിദ്യ പറഞ്ഞാലേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ചക്രാസിനെ കുറിച്ച് ഇത്രയെങ്കിലും നിങ്ങൾ അറിയണം. അപ്പോൾ ഈ ഹൃദയചക്രം ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? സ്നേഹം, എല്ലാവരോടും സ്നേഹം, മൃഗങ്ങളോട്, വളർത്തുമൃഗങ്ങളോട് സ്നേഹം, പക്ഷിമൃഗാദികളോട് സ്നേഹം. ചിലരെ കണ്ടിട്ടില്ലേ, പരിസ്ഥിതി പ്രവർത്തകർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. പ്രകൃതിയോട് സ്നേഹം, ചുറ്റുമുള്ളവരോട് സ്നേഹം, പിന്നെ അനാഥ മന്ദിരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അശരണർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ ദിവ്യമായ സ്നേഹമുണ്ടാകുന്നത് ഹൃദയചക്രം ആക്റ്റീവ് ആകുമ്പോഴാണ്. അതിന് മേളിൽ വിശുദ്ധി ചക്രം ആക്റ്റീവ് ആകുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള ഈശ്വരബോധമാണ്. അപ്പോൾ നമുക്ക് ഒരു കൂടുതൽ സത്പ്രവർത്തികൾ ചെയ്യാനും നമുക്ക് ഉള്ള ഒരു കൂടുതൽ ഈശ്വരീയമായ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങും. വിശുദ്ധി ചക്രം തൊണ്ടക്കുഴിക്കുള്ളിൽ. പിന്നെ നമ്മൾ ആജ്ഞയിലേക്ക് വരുമ്പം അവിടാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയമായ ബോധം കുടികൊള്ളുന്നത്. അപ്പോഴാണ് നമുക്ക് ഇതുവരെ ഇല്ലാത്ത പുതിയ അനുഭവങ്ങൾ, ഈശ്വരീയമായ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. പിന്നെ സഹസ്രാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹസ്രാരം ഉച്ചി സങ്കല്പിക്കുക. ഇതിൻ്റെ ഉച്ചിയുടെ മധ്യത്തിലുള്ള ഒരു പോയിന്റ് സങ്കല്പിക്കുക. അപ്പോൾ ഈ ഉച്ചിയുടെ മധ്യം, ഈ സഹസ്രാരത്തിൽ നിന്നാണ് പ്രപഞ്ചവുമായി നമ്മുടെ ചിന്തകളെ, നമ്മളുടെ ബോധമൊക്കെ കണക്റ്റ് ആകുന്നത്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ ഈ സഹസ്രാരത്തിലെ പ്രത്യേക രീതിയിൽ ധ്യാനിച്ചാൽ നമ്മുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടും. അപ്പം ഞാൻ ഒരു വിദ്യ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സഹസ്രാരത്തിലൂടെയാണ് ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ അല്ലെ പ്രപഞ്ചബോധം ഒക്കെ നമ്മുടെ ഉള്ളിലെ ചക്രാസിലെല്ലാം വ്യാപിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ക്ഷേത്രത്തിൽ പോയാൽ തൊഴുമ്പോൾ തല കുമ്പിട്ട് തൊഴണം. എന്തുകൊണ്ടാണെന്നറിയോ? ഈ സഹസ്രാരം തല കുനിയുമ്പോൾ സഹസ്രാരം ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ഏകദേശം നേരെയായിട്ട് വരും. അപ്പോഴാ ദേവിയുടെ ദൃഷ്ടി സഹസ്രാരത്തിൽ പതിയുമ്പോഴാണ് നിങ്ങളുടെ ചക്രാസ് അവരുടെ ഈശ്വരീയമായ എനർജി ഒഴുകുന്നത്. അതുപോലെ നിങ്ങളൊന്ന് വളഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ നട്ടലും ആക്റ്റീവ് ആകും. ആ കുണ്ടലിനി ശക്തി ഒരു നല്ല ഒഴുക്കാവും. അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതൊക്കെ പഴയ വീഡിയോ കാണുക. ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ സഹസ്രാരം മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ എപ്പം വേണേലും, ഇപ്പോൾ രാവിലെ ആയിക്കോട്ടെ വൈകിട്ടായിക്കോട്ടെ, രാവിലെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. നിങ്ങൾ കുളി കഴിഞ്ഞ് നിങ്ങളൊന്ന് കൈയും കാലും മുഖവും നനച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞൊക്കെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കസേര ഇരിക്കേണ്ടവർക്ക് കസേര ഇരിക്കുക, അല്ലെ താഴെ ഇരിക്കാൻ പറ്റുന്നവർക്ക് പുൽപ്പായി താഴെ ഇരിക്കുക. ഇനി കസേര ഇരിക്കാൻ പറ്റുന്നുള്ളവർക്ക് താഴെ ഒരു പുൽപ്പായിട്ട് അത് കാല് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നിങ്ങൾ കൈയും കാലും മുഖം നനച്ചിട്ട് വേണം ഇരിക്കാൻ കുളി കഴിഞ്ഞ്. എന്നിട്ട് നിങ്ങൾ കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് നിങ്ങൾ ഇവിടെ ഈ ഉച്ചിയുടെ മധ്യത്തിൽ
നിങ്ങളുടെ ഇടത് കൈയുടെ പെരുവിരലൊന്ന് തൊടുക ഉച്ചിയുടെ മധ്യത്തിൽ. എന്നിട്ട് അത് മുകളിലോട്ടൊന്ന് ഉയർത്തുക. അന്തരീക്ഷത്തിൽ കണ്ടല്ലോ, ഇവിടെ അന്തരീക്ഷത്തിൽ. എന്നിട്ട് ഇവിടെ ഒരു സങ്കല്പം കൊടുക്കുക, ശിവലിംഗം സങ്കല്പിക്കുക. എന്നിട്ട് വിരലങ്ങ് മാറ്റുക. അപ്പം ഈ സഹസ്രാരത്തിന് ഉച്ചിയുടെ മധ്യത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കറുത്ത രൂപത്തിൽ ശിവലിംഗം സങ്കല്പിക്കുക. എന്നിട്ട് വിരൽ മാറ്റാം. അപ്പോൾ ഇടത്ത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ കൈ മാറ്റി. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുകയാണ് ഇവിടെ ഒരു ശിവലിംഗം. അതായത് ഈ ഉച്ചിയിൽ ചേർന്നല്ലിരിക്കുന്നത് ഉച്ചിയിൽ നിന്ന് അല്പം മുകളിലായിട്ട് ഒരു കറുത്ത ശിവലിംഗം. അവിടെയാണ് അതിൻ്റെ രഹസ്യം. അത് ഉച്ചിയോട് ചേർന്നല്ല, സ്വല്പം മുകളിലാണ്. അവിടെ അതിൻ്റെ കളി കിടക്കുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രഹസ്യമർമ്മം. രഹസ്യമർമ്മം എന്ന് വെച്ചാൽ ഈ വിദ്യയുടെ ഒരു മർമ്മം. ഈ വിദ്യയിലെ ഏറ്റവും വലിയ രഹസ്യം അതാണ്. ഈ ഉച്ചിയുടെ തൊട്ട് മുകളിലായിട്ട് സങ്കല്പിക്കുക, കറുത്ത രൂപത്തിൽ ശിവലിംഗം സങ്കല്പിക്കുക കണ്ണടച്ചുകൊണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ ശിവലിംഗത്തിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഈ ശിവലിംഗത്തിൽ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിച്ച് ശിവശിവ ശിവശിവ എന്ന് 2 തവണ ഉരുവിടുക. പിന്നെ അല്പനേരം കണ്ണടച്ച് ശിവലിംഗത്തെ ധ്യാനിക്കുക. അപ്പം കൈയൊക്കെ മാറ്റാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ സഹസ്രാരത്തിന് ഉച്ചിയുടെ മുകളിലുള്ള ശിവലിംഗത്തെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ശിവശിവ എന്ന് 2 തവണ ഉരുവിടുക. എന്നിട്ട് അവിടെ ഒന്ന് ശ്രദ്ധിച്ച് വേറൊരു ചിന്തയില്ലാതെ അല്പനേരം ലയിച്ചിരിക്കുക. വീണ്ടും ശിവശിവ എന്ന് ലഭിക്കുക. ശിവശിവ എന്ന് വാ കൊണ്ട് ഉച്ചരിക്കുക. എന്നിട്ടും അല്പസമയം ലയിച്ചിരുന്നാൽ മതി. വീണ്ടും ശിവശിവ എന്ന് ജപിക്കുക. ഇപ്പം ശിവശിവ എന്ന് ജപിച്ച് ഒരു അല്പസമയം, അധികം ഗ്യാപ്പ് വേണ്ട. ശിവശിവ ഇവിടെ ശ്രദ്ധിക്കുന്നു. വീണ്ടും ശിവശിവ, വീണ്ടും ഇവിടെ ലയിച്ചിരിക്കുന്നു. വീണ്ടും ശിവശിവ ഇവിടെ ലയിച്ചിരിക്കുന്നു. അങ്ങനെ 3 തവണ ചെയ്യുക. 4ാമത്തെ തവണ ശിവശിവ എന്ന് ജപിച്ചിട്ട് ഇവിടെ ഒരു അല്പസമയം ലയിച്ചിരുന്നിട്ട് നിങ്ങൾ ഈ ശിവലിംഗത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് സ്ഥാപിക്കുക. എന്നിട്ട് അതിൽ ഒരല്പനേരം ലയിച്ചിരുന്നിട്ട് കണ്ണു തുറക്കുക. ഇതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. ഇങ്ങനെ നിങ്ങൾ ഇവിടെ ശിവശിവ എന്ന് ശിവലിംഗം സങ്കല്പിച്ചു ജപിക്കുമ്പോൾ നിങ്ങളുടെ മൂലാധാര ചക്രത്തിലെയും സ്വാധിഷ്ഠാന ചക്രത്തിലെയും മണിപൂര ചക്രത്തിലെയും അനാഹത ചക്രത്തിലെയും വിശുദ്ധി ചക്രത്തിലെയും ആജ്ഞ ചക്രത്തിലെയും എല്ലാ എനർജി നിങ്ങളുടെ മനസ്സ് ശ്രദ്ധ മുകളിൽ നിൽക്കുമ്പോൾ ഈ മനസ്സ് ഇവിടെ നിൽക്കുമ്പോൾ ആ ബോധവും മുകളിലേക്ക് ഉയരും. ആ ബോധവും മുകളിലേക്ക് ഉയരുമ്പോൾ ആ മനസ്സ് എവിടെ ഉണ്ട്, അവിടെ വായുവുണ്ട്. വായുവിൻ്റെ ഒരു ചലനവും ഇവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഈ സ്വാധിഷ്ഠാനം, മണിപൂരകം, മൂലാധാരം തുടങ്ങിയ ആ ചക്രങ്ങളിലെ ആ ബോധം എന്ന് വെച്ചാൽ താഴെ ലോ ഫ്രീക്വൻസിയുള്ള ബോധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അസൂയ, കുശുമ്പ്, വിഷമം, നിരാശ അതൊക്കെ മാറിയിട്ട് ഈശ്വരീയമായ ഗുണങ്ങളിലേക്ക് നിങ്ങളുടെ ബോധം ഉയരും. അതായത് മുകളിലുള്ള ചക്രാസിലേക്ക് ഉയർന്ന് ഇവിടെ വരുമ്പോൾ ഈശ്വരീയമായ ഗുണമാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ ആ ഈശ്വര ബോധം ഉണർന്നു വരും. മനുഷ്യനെ ഈശ്വരനാക്കുന്ന, ഈശ്വരീയ ഗുണം ഉണ്ടാക്കുന്ന വിദ്യയാണത്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ തലകുത്തി നിന്ന് അഭ്യാസം ചെയ്യുകയോ നിങ്ങൾ ശ്വാസം എടുത്ത് ബലം പിടിച്ചതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത്ര സെക്കൻഡ് കൊണ്ട് സാധിക്കാവുന്ന കാര്യമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് ഇവിടെ ശ്രദ്ധിക്കുമ്പോഴത്തേന് നിങ്ങളുടെ ബോധവും മുകളിലേക്ക് ഉയരും. ഈ ചക്രാസിലെ ബോധമൊക്കെ മുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉയരും. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറും. നിങ്ങളുടെ എല്ലാ ദുഷ്ട സ്വഭാവങ്ങളും, എല്ലാ വിഷമങ്ങളും, എല്ലാ നിരാശകളും എല്ലാം ഇല്ലാതായി നിങ്ങളിലെ ഈശ്വരൻ ഉണരാൻ തുടങ്ങും. നിങ്ങളിലെ ഈശ്വരീയത ഉണരാൻ തുടങ്ങും. നിങ്ങളിലെ ശിവബോധം പ്രവർത്തിക്കാൻ തുടങ്ങും. ഈശ്വരബോധം പ്രവർത്തിക്കാൻ തുടങ്ങും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ബോധം മുകളിലേക്ക് ഉയർന്ന് നിങ്ങളത് ലയിക്കുന്നു. അതിനുശേഷം നിങ്ങളിത് ഹൃദയത്തിൽ കൊണ്ട് സ്ഥാപിക്കുന്ന ഈ ശിവലിംഗം എന്തിനാണെന്നറിയോ? അത് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ആ ബോധം നിലനിൽക്കാൻ. അത്രയേ ഉള്ളൂ. ഇത് മഹാശിവരഹസ്യമാണ്. അല്ലാതെ ഇപ്പോൾ ഒരാളോട് പറയുക, ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ശ്രമിച്ചിട്ട് ഒരു കാര്യത്തിന് 2 സാധ്യതകളാണ്. ഒന്നുകിൽ അത് നടക്കും, അല്ലെങ്കിൽ നടക്കാതിരിക്കും. ഇങ്ങനെ 2 സാധ്യതകളാണ്. അപ്പോൾ
ഇപ്പം നമ്മളോട് ഒരാൾ പറയാം, എടാ നീ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും എന്ന് പറഞ്ഞാലും നമുക്കത് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. കാരണം നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എടാ ഞാൻ ശ്രമിച്ചിട്ട് ഒരു തവണ ശ്രമിച്ചിട്ട് നടന്നില്ല, പിന്നെ ഒരാൾ പറയും നടക്കുമെന്ന്. എവിടെ നടക്കാനാണ്? അതേസമയം വേറൊരു രീതിയിൽ അത് പറഞ്ഞാൽ, വേറൊരു രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കിയെടുത്ത് ആ കാര്യം നടക്കും. അതായത് നീ ആദ്യം ശ്രമിച്ചപ്പോൾ നടക്കാഞ്ഞത്, നമ്മുടെ ഉള്ളിൽ 2 ഫ്രീക്വൻസി ഉണ്ട്, 2 ഊർജ തലങ്ങളുണ്ട്. ഒന്ന് ലോ ഫ്രീക്വൻസി, 2 ഹൈ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഹൃദയത്തിന് താഴോട്ടുള്ള ചക്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ വാസനകളാണ്. വിഷമം, ദേഷ്യം, നിരാശ, ഇതൊക്കെയാണ്. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൃദയക്രത്തിന് മുകളിലേക്ക് കിടക്കുന്ന ചക്രാസിലുള്ള ഈശ്വരീയത, വിശ്വാസം, മനസ്സിന് ധൈര്യം, ദൃഢത, ഇങ്ങനെയുള്ള പിന്നെ ഇച്ഛാശക്തി, വിൽ പവർ, ഇങ്ങനെയുള്ള ഈശ്വരീയ ഗുണങ്ങളാണ്. അപ്പോൾ നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് ശ്രമിച്ചിട്ട് നടക്കാഞ്ഞത് നിൻ്റെ മനസ്സ് ലോ ഫ്രീക്വൻസിയിലാണുള്ളത്. എന്നാൽ അത് ഹൈ ഫ്രീക്വൻസിയിലേക്ക് നിൻ്റെ മനസ്സ് മാറുമ്പോൾ നിനക്ക് ആ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവർ ചോദിക്കും, എങ്ങനെയാണ് ലോ ഫ്രീക്വൻസിയുള്ള എൻ്റെ മനസ്സ് ഹൈ ഫ്രീക്വൻസിയിലാക്കാൻ പറ്റുന്നത്? ഒന്നും ചെയ്യണ്ട, ഒന്ന് ഈ വിദ്യ ചെയ്യുക. 2, നിങ്ങൾ മനസ്സിൽ നിന്ന് അസൂയ, കുശുമ്പ്, വിഷമം, നിരാശ, കോപം, ആർത്തി, സ്വാർത്ഥത, ഇങ്ങനെയുള്ള വികാരങ്ങളെല്ലാം കളയുക. എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ദിവ്യമായ സ്നേഹം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബോധം എവിടെ വരും? ഹൃദയത്തിൽ വരും. പിന്നെ നിങ്ങൾ ഈ ശിവവിദ്യ ചെയ്താൽ മേലിലോട്ട് വരും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഈശ്വരമായ ഗുണങ്ങളുണ്ടായി, ഫ്രീക്വൻസി കൂടി വരും. അപ്പോഴാണ് നിങ്ങൾക്ക് ഏത് കാര്യം നേടിയെടുക്കാൻ പറ്റും. ഇവിടുത്തെ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം പ്രപഞ്ചത്തിലേക്ക് കണക്റ്റായിട്ട് അത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നടത്തി തരും ഭഗവാൻ. അതാണ് ഇവിടുത്തെ ധ്യാനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് തന്നെയാണ് യോഗിമാരും മഹർഷിമാരും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നത്. അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കാറുണ്ട്. കാരണം അവരുടെ ബോധം എപ്പോഴും ഉയർന്ന തലത്തിലാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾ വിചാരിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ, ഇവർ 2 പേരുടെ 2 മാനസികാവസ്ഥയാണ്. അതാണ് അതിൻ്റെ രഹസ്യം. 2 ഫ്രീക്വൻസിയാണ് അവരുടെ ചിന്തകൾക്ക്. അതാണ് അതിൻ്റെ. അങ്ങനെ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഒരു വ്യക്തി മാറും. അല്ലാതെ പറയുക, എടാ നീ വിചാരിച്ചിട്ട് ആ കാര്യം നടന്നില്ലെങ്കിൽ നീ ഒന്നുകൂടെ നോക്കാം, നടക്കും എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല, അത് മനസ്സിലാകത്തുമില്ല. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചിലപ്പോൾ 2ാമത്തെ തവണ ശ്രമിക്കുമ്പോൾ അയാളിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ആ കാര്യം നേടിയെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഏത് കാര്യവും ജീവിതത്തിൽ നേടേണ്ടത്. നമ്മൾ ഉള്ളിൽ മാറ്റം സംഭവിക്കണം. നമ്മുടെ ഉള്ളിൽ മാറ്റം സംഭവിക്കുമ്പോഴേ നമ്മുടെ വെളിയിൽ മാറ്റം സംഭവിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയാലും ഒന്നും, എത്ര പുസ്തകങ്ങൾ വായിച്ചാലും ഒന്നും, നിങ്ങളുടെ ഉള്ളിലെ ബോധത്തിൽ മാറ്റം വരണം. അപ്പോഴേ നിങ്ങളുടെ വെളിയിൽ മാറ്റം വരത്തുള്ളൂ. നിങ്ങൾ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ടാകും, നിങ്ങൾ അനുഭവിക്കുന്നൊരു ഇച്ഛാശക്തി ഉണ്ടാകും. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഈ ശിവമഹാരഹസ്യം നിങ്ങളെല്ലാവരും ചെയ്യുക. പിന്നെ 1-2 കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതായത് നമ്മൾ ഒരിക്കലും, നമ്മളുടെ ചുറ്റും പല ആളുകൾ കാണും. ചിലർക്ക് സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ടുള്ളവർ കാണും, ചിലർക്ക് വളരെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കാണും, അപ്പോൾ ചിലർക്ക് വളരെ ദരിദ്രമായിട്ടുള്ളവർ കാണും. അപ്പോൾ ഏത് അവസ്ഥയിലുള്ളവരെ കാണുമ്പോഴും നമ്മളൊരിക്കലും അവരുടെ അവസ്ഥയെ നമ്മൾ മോശമായി ചിന്തിക്കരുത്. അത്തരം വ്യക്തികളെ നമ്മൾ കളിയാക്കരുത്. കാരണം ഈ അവസ്ഥകളൊക്കെ ആർക്കും എപ്പോഴും വരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു സാമ്പത്തികമായ മോശമുള്ള, അല്ലെ ആരോഗ്യപരമായിട്ടല്ല എന്തെങ്കിലും ഒരു മോശമായൊരു അവസ്ഥയുള്ള വ്യക്തിയെ കാണുമ്പോൾ അയാളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കരുത്. ആദ്യം ചിന്തയാണ് വരുന്നത്, അതുപോലും പാടില്ല. അങ്ങനെ അവർക്ക് നമുക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക. ഇനി സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഈശ്വരനെ അറിയുന്നത്. അല്ലാതെ നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ ഈശ്വരനെ അറിയത്തില്ല. അപ്പം നമ്മൾ ആരുടെ അവസ്ഥകളെ കളിയാക്കരുത്. പിന്നെ 2ാമത് നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ ഏതൊരു വ്യക്തിയെയും ആ വ്യക്തിയിൽ നല്ല ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ഗുണങ്ങളെ ഈശ്വരൻ ആ വ്യക്തിയിൽ കൂടുതൽ വ്യാപിപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയോട് സംസാരിച്ചാൽ ആ വ്യക്തി നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. അയാൾ നന്നാകും, നമുക്കും അതിൻ്റെ ഗുണമുണ്ടാകും. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പം ഒരു വ്യക്തിയിൽ തന്നെ ചീത്ത ഗുണങ്ങളും നല്ല ഗുണങ്ങളും കാണും. അപ്പം നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക,
ഈശ്വരൻ ഇയാളിൽ കുറേ നന്മകൾ നൽകിയിട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ആ നന്മകളെ ഈശ്വരൻ ഇയാളിൽ വർദ്ധിപ്പിച്ച് നൽകുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ആ വ്യക്തിയോട് സംസാരിച്ചാൽ ആ വ്യക്തിയിൽ ഈശ്വര ഗുണങ്ങൾ വർദ്ധിച്ചു വരും, നമ്മളുമായിട്ടും നല്ല ഒരു ഐക്യത്തിലാവുകയും ചെയ്യും. ഇങ്ങനെ ചില വിദ്യകളുണ്ട്. നിങ്ങളുടെ സങ്കല്പം കൊണ്ട് വേറൊരു വ്യക്തിയെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇതൊരു അമ്മമാർക്ക് ചെയ്യാം, മക്കളെക്കുറിച്ച് ചിന്തിക്കാം, ഭാര്യമാർക്ക് ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാം. അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് വ്യക്തികൾ നമ്മുടെ സങ്കല്പം കൊണ്ട് മാറ്റാൻ പറ്റും. സങ്കല്പം തന്നെയാണ് ബ്രഹ്മം എന്നുള്ളതാണ്. അപ്പം ഇതൊരു വലിയൊരു കാര്യങ്ങളാണ് ഇത്തരം അറിവുകൾ. അപ്പോൾ ഈ ശിവവിദ്യ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളത് നല്ല രീതിയിൽ ചെയ്യുക. ഇതെല്ലാവർക്കും ഫലമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഇത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്നത്തെ കാലത്ത് ആളുകളെല്ലാം ഓടി നടക്കുക എന്താണെന്ന് പറയുക, ഇൻസ്റ്റാൾമെൻ്റായിട്ട് കുണ്ടലിനി പ്രാണായാമം, ശിവവിദ്യ അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ആരെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാറില്ല. അതൊക്കെ ശരിയോ തെറ്റോ ആകാം, അല്ലെ എന്തും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, എൻ്റെ ഒരു അറിവ് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. സാധാരണ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ശ്വാസത്തെ എടുത്ത് പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന വിദ്യകളൊക്കെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശിവവിദ്യ എന്ന് പറഞ്ഞാൽ ശ്വാസത്തെ നമ്മൾ എടുത്ത് പിടിക്കുക അല്ല ചെയ്യുന്നത്. നമ്മൾ ശ്വാസത്തെ ക്രമീകരിക്കുക, ശ്വാസത്തെ നിരീക്ഷിച്ച് ശ്വാസം ചെറുതായി വരും. അങ്ങനെ ക്രമീകരിച്ച് നമ്മൾ ആ ശ്വാസത്തെ വശപ്പെടുത്തുക. അല്ലാതെ എടുത്ത് ബലമായിട്ട് പിടിച്ച് അല്ല ചെയ്യുന്നത്. അവിടെ ശ്വാസത്തെ സമപ്പെടുത്തുക. നമ്മൾ എടുക്കുന്ന ശ്വാസത്തെയും വിടുന്ന ശ്വാസത്തെയും നമ്മൾ മനസ്സുകൊണ്ട് നിരീക്ഷിച്ച് കഴിയുമ്പോൾ ശ്വാസം ചെറുതായി വരും. അങ്ങനെ ആ ചെറിയ ശ്വാസം വരുമ്പോൾ അവിടെ നമുക്ക് ശ്വാസത്തെ ചെറുതായി കഴിയുമ്പോൾ നമുക്ക് വശപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഇപ്പം ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങളങ്ങനെ ചെയ്യുവാൻ ചെയ്യരുത്. കാരണം ഞാൻ ഒന്നും പറയുന്നില്ല, വിദ്യ ഞാൻ പറയുന്നില്ല, ഞാനൊരു അറിവ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ എവിടെയും പോയി ജീവിതം കളയാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ശ്വാസം എന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള ശക്തിയാണ്. നമ്മൾ വെളിയിൽ നിന്നല്ലേ ശ്വാസം എടുക്കുന്നത്, പ്രകൃതി ശക്തി തന്നെയാണ് ശ്വാസം. ആ ശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. പ്രകൃതി ശക്തികളെ ഒന്നും നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല. പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ശ്വാസം എടുത്ത് നമ്മൾ ബലമായിട്ട് പിടിച്ചാൽ ചിലപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മകൾ ശരീരത്തിനുണ്ടാകും. നമ്മൾ അതിനെ ഒഴുക്കിനെ, ആ ശ്വാസത്തിൻ്റെ ഒഴുക്കിനെ നമ്മൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ച് അതിനെ സ്വാഭാവികമായിട്ട് അതൊരു നിയന്ത്രണത്തിലാകും. അങ്ങനെ അതിനെ നിയന്ത്രിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും കാണുന്ന യോഗവിദ്യകളും അല്ലെ ആ കുണ്ടലിനി തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു, ശിവവിദ്യ തരുന്നു എന്നൊക്കെ പറയും. ശിവവിദ്യ എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ശിവൻ എവിടെയാണ് ഇരിക്കുന്നത്? എല്ലാവരുടെ ഉള്ളിലെ ശിവനുണ്ട്. ആ ശിവൻ എവിടെയാണ് ഇരിക്കുന്നത്? ഉയർന്ന ബോധത്തിൽ. ഉയർന്ന ബോധം എവിടെയാണ്? നിങ്ങളുടെ ആജ്ഞയിൽ ഉയർന്ന ബോധമുണ്ട്. അവിടെയാണ് ആത്മാവ് കുടികൊള്ളുന്നത്. ആ ശിവൻ, ആ ബോധത്തെ അറിയുമ്പോഴാണ് നമ്മൾ ശിവബോധവുമായി ലയിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ഉയർന്ന ബോധത്തെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ശിവയോഗം ഉണ്ടാകുന്നത്. അല്ലാതെ തലകുത്തി നിന്നാലോ നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ചെയ്താലോ ബലം പിടിച്ച് ചെയ്താലോ അങ്ങനെ ഒന്നും അല്ലത്. നമ്മൾ ആ പ്രകൃതിക്കനുസരണമായ ശ്വാസത്തെ നമ്മൾ ആ ഒഴുക്കിനെ ആ ബലം പിടിക്കാതെ സ്വാഭാവികമായി അത് ഗുരുവിൻ്റെ തന്നെ സ്വീകരിക്കണം. അത് നിങ്ങൾ ശരിയായ ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് അല്ലെങ്കിൽ ശരിയായ രീതി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാനിത് അറിവിന് വേണ്ടി പറയുന്നതാണ്. പോയി ഓരോരോ തെറ്റുകളിൽ ചാടാതിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ശ്വാസത്തെ നമ്മൾ ആ ബോധത്തെ നമ്മുടെ ബോധത്തിൽ ആജ്ഞയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ശിവയോഗം ഉണ്ടാകുന്നത്. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് ആ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളല്ലാതെ ചെയ്യരുത്. നല്ല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ യഥാർത്ഥ ഗുരുവിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാതെ ചുമ്മാ പിന്നെ അവിടെ ഇവിടെ പുസ്തകത്തിൽ കാണുന്നതും അവിടെ ഇവിടെ ഓരോരുത്തർ പറയുന്നതും അതിൻ്റെ പുറകെ ഒന്നും പോകരുത് കേട്ടോ. ശരിയെന്ന് ബോധ്യമുള്ള ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവൂ. നല്ല കാര്യങ്ങൾ വിശ്വസിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഈശ്വരാനുഗ്രഹം. മോശം കാര്യങ്ങളുടെ പുറകെ പോകുന്നതാണ് കർമ്മദോഷം. അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവശിവ എന്ന 2 അക്ഷരം തന്നെ ഉച്ചരിച്ചാൽ തന്നെ ശിവശിവ എങ്കിലർ തീവണയാളർ മുൻജന്മത്തിലെ പാപം തീരും. ശിവശിവ എന്നിട തീവണയെ മാലും ഈ ജന്മത്തിലെ പാപവും തീരും. ഈ ജന്മത്തിൽ പാപങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല. ശിവശിവ എന്ന തേവരുമാവർ
ഈശ്വരനായിത്തീരും. ശിവശിവ എന്ന ശിവഗതി താനെ ആ ശിവനെ തന്നെ പ്രാപിക്കും. ഈ രണ്ടക്ഷരത്തിന് അപാരമായ ശക്തിയുണ്ട്. ശിവൻ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, ജ്യോതിയാണ്. ആ ജ്യോതിയെ നമുക്കൊരിക്കലും നമുക്ക് എങ്ങനെ കാണാൻ പറ്റുന്ന ഇല്ല, അത് ഊർജമാണ്. അതിനെ നമ്മൾ ശിവലിംഗം ഈ എനർജിയുടെ നമ്മുടെ ഉള്ളിലെ എനർജിയുടെ, നമ്മുടെ ഉള്ളിലെ ബോധത്തിൻ്റെ ആ ഉയർന്ന തലമാണ് ശിവൻ. അപ്പം അതിനെ ഇങ്ങനെ ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ശിവലിംഗ ആകൃതിയിലാണ് സൂചിപ്പിച്ചിരിക്കുക. അതിനെ ആ ശിവലിംഗത്തിൻ്റെ താഴത്തെ എൻഡുകളും ഇൻഫിനിറ്റിയാണ്. നമുക്കൊരു ശിവലിംഗം ഉണ്ടാക്കുമ്പോൾ അതിന് ബേസ് വേണം, അതുകൊണ്ടാണ് ബേസ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ശിവലിംഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ആ വെളിയിലോട്ടും ഉള്ളിലേക്കും പോകുന്ന ആ ശ്വാസത്തിൻ്റെ ആ ഒരു പ്രവാഹമാണ് റാ ആകൃതിയിൽ. ആ റാ ആകൃതിയിലുള്ള അറ്റങ്ങളും ഇൻഫിനിറ്റിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിൻ്റെ പ്രവാഹമാണ് അത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് പ്രകാശമായിട്ട് ദർശിക്കാം ഊർജത്തെ, നമ്മൾ സങ്കല്പിച്ച് ദർശിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് ഊർജത്തെ പിടിക്കാൻ വേറെ വഴിയില്ല. ഇപ്പോൾ യോഗ്യന്മാർ പ്രകാശ രൂപത്തിൽ ധ്യാനിച്ചാണ് ആ ഊർജത്തെ അതിനെ അനുഭവിക്കുന്നത്. ഊർജത്തെ അല്ലാതെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഊർജം എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പം നമ്മുടെ ശ്വാസം അകത്തേക്ക് വരുന്നു, വെളിയിലോട്ട് പോകുന്നു. അപ്പോൾ ഇത് റാ ആകൃതിയിലാണ്. ഈ ശ്വാസത്തിൻ്റെ ഈ ഊർജത്തിൻ്റെ ഗതിയാണ് ശിവൻ. ഇത് ഇൻഫിനിറ്റിയാണ്. ഈ ഊർജം ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്വാസം, പ്രാണൻ ഹൃദയത്തിലാണ്, ശ്വാസം എടുത്ത് ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ ശ്വാസം വിടുന്നതിന് മുമ്പ് ഒരു കുംഭകമുണ്ട്, കുറച്ച് സ്റ്റിൽനെസ് ഉണ്ട്. അത് ഇൻഫിനിറ്റി, അത് ശിവൻ. ശ്വാസം തിരിച്ച് നമ്മൾ വിടുന്നു. അപ്പോൾ ഈ വിടുന്ന അന്തരീക്ഷത്തിലേക്ക് വിടുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ അവിടുന്ന് 12 അങ്കുലം വെളിയിലേക്ക് വിടുന്നു. വിട്ട് കഴിയുമ്പം ആ ശ്വാസം പിന്നെ എടുക്കുന്നതിന് മുമ്പ് ഒരു കുംഭകമുണ്ട്, ഒരു നിശ്ചലതയുണ്ട്. അത് ഇൻഫിനിറ്റി. ഈ 2 ഇൻഫിനിറ്റിയും ശിവനാണ്. ഈ ശിവനെ അറിയുന്നതാണ് ഈ റാ എന്നുള്ളത്, ഇത് ഊർജത്തിൻ്റെ പ്രവാഹം. നമുക്കതിനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ശിവലിംഗ ആകൃതിയിൽ ഉണ്ടാക്കി ആ റാ പോലുള്ളതിന് ബേസൂടെ കൊടുത്ത് ശിവലിംഗമായിട്ട് കാണുന്നു. അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ എനർജിയാണ്, നിങ്ങളുടെ ഉള്ളിലെ ബോധമാണ്, നിങ്ങളുടെ ഉള്ളിലെ ഉയർന്ന ബോധമാണ്. അതുകൊണ്ടാണ് ശിവന് പുണ്യം പാപം ഇല്ലെന്ന് പറയുന്നത്. എനർജിക്ക് പുണ്യം പാപം ഇല്ല. അതുപോലെ തന്നെ എനർജിക്ക് വിവേചനമില്ല. നമ്മളൊരു അഗ്നി എന്ന് പറഞ്ഞാൽ അത് ചൂടാണ് എനർജി. ആ എനർജി ആരെയും പൊള്ളിക്കും, ആരും വിവേചനമില്ല. നമ്മൾ ആരെ തൊട്ടാലും അഗ്നിയെ തൊട്ടാലും പൊള്ളും. അവിടെ വിവേചനമില്ല, എനർജിക്ക് വിവേചനമില്ല, എനർജിക്ക് പുണ്യവും പാപവും ഇല്ല. അതുകൊണ്ടാണ് ശിവന് പുണ്യം പാപം ഇല്ലെന്ന് പറയുന്നത്. ശിവൻ അനാദിയാന്ന് പറയുന്നത്. എനർജിക്ക് ആദ്യമൊന്നുമില്ല, അത് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. നൈദർ ക്രിയേറ്റ് നോർ ഡിസ്ട്രോയ്, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ശിവൻ ആദ്യന്തരഗതനാന്ന് പറയുന്നത്. പിന്നെ ശിവൻ ഭോലേനാഥനാന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ എനർജി നമ്മുടെ മനസ്സിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകും. നമ്മുടെ ഉള്ളിലെ എനർജിയും പ്രപഞ്ചത്തിലുള്ള എനർജിയും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അതുകൊണ്ടാണ് ശിവൻ ഭോലേനാഥനാന്ന് പറയുന്നത്. പെട്ടെന്ന് കാര്യം സാധിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് നിഷ്കളങ്കമായി, പിന്നെ ആഗ്രഹിക്കുന്നതെന്ന് നടക്കും. അപ്പോൾ ആ എനർജിയാണ് ശിവൻ. അതുകൊണ്ടാണ് ശിവൻ ഭോലേനാഥനാന്ന് പറയുന്നത്. ശിവൻ്റെ ശിരസിൽ ചന്ദ്രക്കലയുണ്ട്. അത് ശിവൻ പ്രകൃതി നിറഞ്ഞു നിൽക്കുന്നതെന്ന് കാണിക്കുന്നതാണ്. ശിവൻ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് കാണിക്കുന്നതാണ് ശിവൻ്റെ മുകളിലെ ശിവൻ്റെ ശിരസിലെ ചന്ദ്രക്കല. ചന്ദ്രൻ എവിടെ കാണുന്നത്? പ്രകൃതിയിലല്ലേ. അപ്പോൾ ശിവൻ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിതിൻ്റെ എല്ലാം നമുക്ക് ഗുരുക്കന്മാരിലൂടെ കിട്ടിയ അർത്ഥമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. പലരും പല രീതിയിൽ പറയും, പക്ഷേ എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ശിവന് കഴുത്തിൽ സർപ്പത്തെ ചുറ്റിയിട്ടുണ്ടല്ലേ, വാസുകിയിൽ. അതിൻ്റെ ഒരു അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ നമ്മുടെ വിശുദ്ധിക്ക് മുകളിലേക്കാണ് ശരിക്കും ഹയർ കോൺഷ്യസ്നസ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ സർപ്പത്തെ ചുറ്റിയിട്ട് ആ സർപ്പം മുകളിലേക്ക് ഇങ്ങനെ പണം ഉയർത്തിയിരിക്കുകയാണ്. നമ്മുടെ എനർജി ഈ ആജ്ഞയ്ക്ക് മുകളിലേക്ക് ചക്രസിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഉയർന്ന ഹയർ കോൺഷ്യസ്നസ് കിട്ടുന്നത്. അവിടെയാണ് ശരിക്കും യഥാർത്ഥ ശിവബോധം ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനയാണത്. അപ്പം ശിവനെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. ശിവനെ എനർജിയാണ്. അത് നിങ്ങളുടെ ഉള്ളിലുമുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്, പ്രപഞ്ചം മുഴുവനുമുണ്ട്. പക്ഷെ ആരുടെയും സ്വകാര്യതയിൽ ഭഗവാൻ ഇടപെടത്തില്ല. നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ദോഷവും ഗുണവും നിങ്ങൾ അനുഭവിച്ചോണം. ഭഗവാൻ ഒന്നിലും ഇടപെടത്തില്ല. എന്നാൽ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശിവൻ
നിഷ്പക്ഷനാണ്, നീതിമാനാണെന്ന് പറയുന്നത്. ശിവൻ നിങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ സ്വകാര്യതയിൽ ഇടപെടുന്നില്ല. സ്വകാര്യതയിൽ ഇടപെടുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നീതിമാനാണ്. ഒരു വ്യക്തിയെ സൃഷ്ടിച്ചാൽ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അതിൻ്റെ നീതി. അതുകൊണ്ടാണ് ഭഗവാൻ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല. നിങ്ങൾക്ക് ഭഗവാനെ വിളിച്ചാൽ, അല്ലെ നിങ്ങൾ നന്മ ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളെ നയിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളെ നയിക്കുന്നത്. കർമ്മം അനുസരിച്ചാണ് നിങ്ങൾക്ക് വിധി ലഭിക്കുന്നത്, പുണ്യം പാപം ഉണ്ടാകുന്നത്. അത് ഭഗവാൻ കർമ്മത്തിന് വിട്ടിരിക്കുകയാണ്. ആ കർമ്മത്തെ ഭഗവാൻ പോലും അതിലിടപെടാറില്ല. പിന്നെ നമ്മൾ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ നമുക്ക് കുറച്ച് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ സത് ചിന്താഗതി ഉണ്ടാകും, നല്ല ഈശ്വരീയമായ ബോധമുണ്ടാകും. അപ്പം ഭഗവാൻ നമുക്ക് വഴികൾ കാണിച്ചു തരും. നമ്മുടെ പാപം തീരാൻ വേണ്ടി നമുക്കപ്പോൾ അന്നദാനം ചെയ്യാൻ, അല്ലെങ്കിൽ ദാനങ്ങൾ ചെയ്യാൻ, നന്മ ചെയ്യാൻ അവസരം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. അങ്ങനെ ഭഗവാൻ വിചാരിച്ചാൽ നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും. അതിനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തരും, അതിനുള്ള മനസ്സും തരും. അങ്ങനെയാണ് ഭഗവാൻ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ശിവനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കുക, ഭഗവാൻ എല്ലാത്തിനും അപ്പുറമാണ്. പുണ്യവും ഇല്ല, പാപവും ഇല്ല, ശുദ്ധിയില്ല, അശുദ്ധിയില്ല, എനർജിയാണ്, ശുദ്ധ ബോധമാണ് ഈശ്വരൻ, അല്ല ശിവൻ എല്ലാവരുടെ ഉള്ളിലുള്ള. അപ്പം ഭഗവാനെ അങ്ങനെ അറിയുക. ഭഗവാന്റെ പേരിൽ ഭഗവാനെ പറഞ്ഞ് പലതും പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നുമല്ല. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഭഗവാൻ നന്മയാണ്, ഭഗവാൻ ശുദ്ധിയാണ്, ഭഗവാൻ മനസ്സിൻ്റെ ശുദ്ധിയാണ്. ഭഗവാന് യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ഭഗവാനെ ബാധിക്കുന്നതല്ല. ഭഗവാൻ എല്ലാത്തിനും അപ്പുറമാണ്, പ്രപഞ്ചബോധമാണ് ഭഗവാൻ. അപ്പം ഭഗവാനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓം ശിവം സർവം ശിവോഹം എന്ന് വെച്ചാൽ എല്ലാം ശിവോഹമാണ്. ശിവോഹം എന്ന് വെച്ചാൽ ഐ ആം ശിവ, യു ആർ ശിവ, ഓൾ തിങ്സ് ആർ ശിവ. അതാണ് ശിവബോധം, ശിവോഹം. അപ്പം ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, നമ്മുടെ ശരീരവും ശിവനാണ്, ഇതിനുള്ളിലുള്ളത് ശിവബോധമാണ്. ദേവം വിഭും ശിവോഹം, നമ്മൾ ഈശ്വരൻ്റെ ആ ശിവൻ തന്നെയാണ് നമ്മുടെ ഈശ്വരൻ. ആ ഈശ്വരബോധവും ശിവനാണ്. ഗുരും പരം ശിവോഹം, ഗുരു എന്ന് വെച്ചാൽ സത്യത്തിലേക്ക് നയിക്കുന്ന ആണ് ഗുരു. അതും ശിവനാണ്, ഗുരുവും ശിവനാണ്. ഇത് അഘോരികൾ ചെല്ലുന്നൊരു മന്ത്രമാണ്. ഇപ്പം ഞാൻ ഭഗവാനെക്കുറിച്ച് ഇത്രയും പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ വിചാരിക്കരുത് ഭഗവാൻ കൃഷ്ണനായിക്കോട്ടെ, ഭദ്രകാളിയമ്മയായിക്കോട്ടെ, ഇവരെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഭഗവാൻ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആരോടും ഒരു പക്ഷാഭേദം കാണിക്കരുത്. ഞാൻ ശിവനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഭഗവാനെ വിളിക്കുന്നു, അതുപോലെ മറ്റുള്ള ദേവന്മാരെ ഞാൻ വണങ്ങുന്നുണ്ട്. എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ ഭഗവാനെ ഓരോ ശാസ്ത്രത്തിലും ശിവവിദ്യ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നിൽ തന്നെയാണ് എല്ലാം തന്നെ, എല്ലാത്തിലും ഒന്നുണ്ട്. അതാണ് യഥാർത്ഥ അറിവ് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി എടുക്കാവുള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവ ശിവ ശിവോഹം.